വെൽക്കം ബാക്ക്. നമ്മൾ LGS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ഭാഗമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് ഈ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ഭാഗത്തിൽ നിന്ന് വരുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് കേരള ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ എന്നീ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിസ്തൃതി, പ്രദേശം, ഭാഷ, നദികൾ. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആണ്. അടുത്ത ചോദ്യം: കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വത നിര ഏതാണ്? കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? പൂർവഘട്ടം, സത്പുര, പശ്ചിമഘട്ടം, ആനമുടി. കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര പശ്ചിമഘട്ടമാണ്, പശ്ചിമഘട്ടം. അടുത്ത ചോദ്യം: സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം, സമതല പ്രദേശം. ഇവയിൽ ഏതൊക്കെയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത്? മലനാടും ഇടനാടും തീരപ്രദേശവും അല്ലേ? അടുത്ത ചോദ്യം: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ആയവ ഏതെല്ലാം? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ശരിയാണ്. ഇടവപ്പാതി എന്നും അറിയപ്പെടുന്നു, അതും ശരിയാണ്. തുലാവർഷം എന്നും അറിയപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ആദ്യത്തേത് രണ്ടെണ്ണം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം: കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മുഴുവൻ ഗ്രാമങ്ങളും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. മുഴുവൻ ഗ്രാമങ്ങളും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്, ശരിയാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്, അതും ശരിയാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം, തെറ്റാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ശരിയായവ ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ്. അടുത്ത ചോദ്യം: കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക. ശരി അല്ലാത്തതാണ് ചോദ്യം. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ, ശരിയാണ്. കേരളത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം, തെറ്റല്ലേ? കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം ആനമുടിയാണ്, ആനമുടി. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ചോദ്യം: പൊതുജനത്തിന് ആദ്യമായി സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത്? പൊതുജനത്തിന് ആദ്യമായി സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂർ. അടുത്തത്: കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതൽ ഉള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവ് ഉള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. വാഹന രജിസ്ട്രേഷൻ കൂടുതൽ ഉള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. എറണാകുളം ആലപ്പുഴ, മലപ്പുറം ആലപ്പുഴ, മലപ്പുറം ഇടുക്കി, എറണാകുളം വയനാട്. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതൽ ഉള്ള ജില്ല എറണാകുളവും കുറവ് ഉള്ള ജില്ല വയനാടുമാണ്. സോ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി, എറണാകുളം വയനാട്. അടുത്ത ചോദ്യം: കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത്. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത്
പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, തൃശൂർ. ഏത് ജില്ലയിലാണ് പീലിക്കോട്? ഓപ്ഷൻ എ, കാസർഗോഡ് ജില്ലയിലാണ് പീലിക്കോട്. അടുത്ത ചോദ്യം, കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല? കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. അടുത്ത ചോദ്യം, കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഇൽമനൈറ്റ്, അലൂമിനിയം, ബോക്സൈറ്റ്, മോണോസൈറ്റ്. ഇവയിൽ ഇൽമനൈറ്റും മോണോസൈറ്റുമാണ് കേരള തീരത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ. അടുത്ത ചോദ്യം, കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല കണ്ണൂരാണ്. കണ്ണൂർ. അടുത്ത ചോദ്യം, മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം? മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് 1895-ലാണ്. 1895. അടുത്ത ചോദ്യം, കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക്. ഈ രണ്ട് സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് ഏതാണ്? നിലമ്പൂർ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, വൈത്തിരി. ഏതാണ്? സുൽത്താൻ ബത്തേരിയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക്. അടുത്ത ചോദ്യം, യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത്? യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല കാസർഗോഡ്. 18ാമത്തെ ചോദ്യം, കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്, സഹ്യപർവ്വത നിരയുടെ ഭാഗം, റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം, സമുദ്ര നിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം. ഈ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളിൽ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് ഇവ മാത്രമാണ് കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകളായിട്ട് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ ഏത്? ഓപ്ഷൻ സി, 1 മാത്രം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. 50 സെന്റിമീറ്റർ താഴെ മഴ, 50 ഡിഗ്രി മുകളിൽ ചൂട്, നീർവാർച്ചയുള്ള മണ്ണ്, ലാറ്ററേറ്റ് മണ്ണ്. ഇവയിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? നീർവാർച്ചയുള്ള മണ്ണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. അടുത്തത്, ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം? ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം മേടം 1. അടുത്ത ചോദ്യം, നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്, ചുവന്ന മണ്ണ്, വനമണ്ണ്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. മലനാട് ഇല്ലാത്ത ജില്ല? മലനാടില്ലാത്ത ജില്ല ആലപ്പുഴ. ആലപ്പുഴയാണ് മലനാട് ഇല്ലാത്ത ജില്ല. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 544. NH 544. അടുത്ത ചോദ്യം, തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 12% തീരപ്രദേശം. അടുത്തത്, കേരളത്തിന്റെ തനത് കലാരൂപം? കഥക്, യക്ഷഗാനം, കഥകളി, ഭരതനാട്യം. കൊടുത്തിരിക്കുന്നവയിൽ കഥകളിയാണ് കേരളത്തിന്റെ തനത് കലാരൂപം.
സുഗന്ധ വ്യഞ്ജന ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല ഏത്? സുഗന്ധ വ്യഞ്ജന ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി. അടുത്തത് നദികളും കായലുകളും എന്നീ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഏത്? കബനി, ഭവാനി, പാമ്പാർ, ചിന്നാർ. ഈ പറയുന്നവയിൽ ഏതാണ് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നത്? ഓപ്ഷൻ ബി ഭവാനിയാണ് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നത്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള കേരളത്തിലെ നദി പെരിയാറാണ്. പെരിയാർ. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3, ആകെ 44 നദികൾ. അടുത്ത ചോദ്യം, ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത്? ദക്ഷിണ ഭാഗീരഥി പമ്പ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി അല്ലാത്തത് ഏത്? ശരി അല്ലാത്തത് ഏത്? നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ശരിയാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി പെരിയാർ. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇതും ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്തത്, പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, തൊടുപുഴയാർ, കട്ടപ്പനയാർ. ഈ 4 ഏതൊക്കെയാണ് പെരിയാറിന്റെ പോഷക നദികൾ? മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, കട്ടപ്പനയാർ. ഈ 3 നദികളാണ് പെരിയാറിന്റെ പോഷക നദികൾ. അടുത്ത ചോദ്യം, പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം, റിവർ ബേസിൻ ഓഫ് പമ്പ റിവർ എത്രയാണ്? 2235 ചതുരശ്ര കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം. 2235 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ആയവ കണ്ടെത്തുക. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ആയവ കണ്ടെത്തുക. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ശരിയാണ്. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്നു. ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരി ആയത് ഏത്? ശരിയായത് ഏത്? പമ്പ കിഴക്കോട്ട്, പാമ്പാർ പടിഞ്ഞാറോട്ട്, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, പെരിയാർ കിഴക്കോട്ട്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3, കബനി, ഭവാനി, പാമ്പാർ. അല്ലേ? സോ ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മാത്രമാണ് ശരിയായിട്ടുള്ളത്? കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് എന്നുള്ളത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ. ഈ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക. പള്ളിവാസൽ ചെങ്കുളം, പെരിങ്ങൽകൂത്ത് പന്നിയാർ, ശബരിഗിരി ഷോളയാർ, കല്ലട മണിയാർ. ഏതാണ് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ? ഓപ്ഷൻ എ പള്ളിവാസൽ ചെങ്കുളം. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ള ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ള ജലവൈദ്യുത പദ്ധതി മലമ്പുഴ, ഉറുമി, മീൻവല്ലം, ചെമ്പുകാവ്. ഉത്തരമേതാണ്? മീൻവല്ലം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും വലിയ നദിയായ പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്.
കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ. കറക്റ്റാണ്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. ശരിയാണ്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് നീണ്ടകര. തെറ്റാണ്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതി വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. അതും ശരിയാണ്. സോ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? മൂന്നാമത്തെ പ്രസ്താവന, ഓപ്ഷൻ സി. ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. പള്ളിവാസൽ, ചെങ്കുളം, ഇടമലയാർ, ഷോളയാർ. ഏതാണ് ഷോളയാർ? ഓപ്ഷൻ ഡി, ഷോളയാർ ആണ് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ നദികൾ ഏതെല്ലാം? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ഏത് നദിയിൽ നിന്നുള്ള ജലമാണ് ഉപയോഗിക്കുന്നത്? പമ്പ, കക്കി, അച്ചൻ കോവിലാർ, ഇടമലയാർ. പമ്പയിൽ നിന്നും കക്കിയിൽ നിന്നുമുള്ള ജലമാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ഉപയോഗിക്കുന്നത്. അടുത്തത്, കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. കറക്റ്റാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. എല്ലാ പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും എന്നീ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ് പരിശോധിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മല, കൊല്ലം. തെന്മല. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ചെന്തരുണി വന്യജീവി സംരക്ഷണ കേന്ദ്രം. അടുത്തത്, സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, സൈലന്റ് വാലി. ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തെയാണ് സൈരന്ധ്രി വനം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം. ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം. അടുത്തത്, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നു. തേക്കടി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. അത് ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് 1978 നിലവിൽ വന്നത്. തെക്കടി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തെയാണ്. സോ നാലാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിൻ്റെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പറമ്പിക്കുളം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനമാണ് കുറിഞ്ഞിമല ദേശീയോദ്യാനം. വരയാടുകളെ സംരക്ഷിക്കുന്നതിന് രൂപം കൊടുത്തിട്ടുള്ളത് ഏത്? വരയാടുകളെ സംരക്ഷിക്കുന്നതിന് രൂപം കൊടുത്തിട്ടുള്ളതാണ് ഇരവികുളം ദേശീയ പാർക്ക്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക. പെരിയാർ, പറമ്പിക്കുളം, മുത്തങ്ങ, നെയ്യാർ. ഏതാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സംരക്ഷണ കേന്ദ്രം? പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. കരിമ്പുഴ, മലപ്പുറം. കറക്റ്റാണ്.
ചിമ്മിനി പാലക്കാട്. ചിമ്മിനി ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് ചിമ്മിനി. ചെന്തരുണി കൊല്ലം, അത് കറക്റ്റാണ്. ചൂലന്നൂർ തൃശ്ശൂർ. ചൂലന്നൂർ എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ. ശരിയായിട്ടുള്ള ജോഡികൾ 1ഉം 3ഉം മാത്രം. ഓപ്ഷൻ എ ആൻസർ. അടുത്ത ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. കറക്റ്റാണ്. ചീവീടുകൾ അപൂർവമായത് കൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നു. കറക്റ്റാണ്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. 1984 നിലവിൽ വന്നത്. പക്ഷേ മലപ്പുറം ജില്ലയിലാണോ? മലപ്പുറം ജില്ലയിലല്ല, പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. തെറ്റായ പ്രസ്താവന ഏതാണ്? 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? മതികെട്ടാൻ ചോല വയനാട്. മതികെട്ടാൻ ചോല ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് അല്ലേ? പാമ്പാടും ചോല ഇടുക്കി, ശരിയാണ്. ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രം കണ്ണൂർ, അതും കറക്റ്റാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം, ശരിയാണോ? കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, മത്സ്യബന്ധനം എന്നീ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം? ബേപ്പൂർ, തിരൂർ, പൊന്നാനി, നീണ്ടകര. മലപ്പുറം ജില്ലയിൽ വരുന്നത് പൊന്നാനി. ഓപ്ഷൻ സി പൊന്നാനി. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. ബേപ്പൂർ, നീണ്ടകര, പൊന്നാനി, തലശ്ശേരി. ഏത് തുറമുഖമാണ്? നീണ്ടകര തുറമുഖമാണ്. ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര തിരുവനന്തപുരം, തെറ്റാണ്. നീണ്ടകര കൊല്ലം. അഴീക്കൽ കണ്ണൂർ, ശരിയാണ്. പൊന്നാനി മലപ്പുറം. കായംകുളം എറണാകുളം. കായംകുളം എവിടെയാണ്? ആലപ്പുഴ. ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 2ഉം 3ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിന്റെ സമുദ്ര തീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? സമുദ്ര തീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങൾ ഉണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഏജൻസി ആണ് കേരള ജലം കൃഷി വികസന ഏജൻസി അഡാഗ്. ഈ 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. അടുത്തത്, കായിക രംഗം. താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ട ആളാണ് PR ശ്രീചേഷ്? ശ്രീചേഷ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ഹോക്കി അല്ലേ? താഴെ പറയുന്നവരിൽ കേരളം അത്ലീറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? കേരള അത്ലീറ്റുകൾ ആരെല്ലാം? PT ഉഷ, ടിസി യോഹന്നാൻ, KM ബീനാമോൾ, ജിമ്മി ജോർജ്. ഇവരിൽ ആരെല്ലാമാണ് കേരള അത്ലീറ്റ്സ്? PT ഉഷയും ടിസി യോഹന്നാനും KM ബീനാമോളും. ജിമ്മി ജോർജ് നാഷണൽ അത്ലീറ്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആര്? ഷൈനി വിൽസൺ, MT വത്സമ്മ, PU ചിത്ര, മിനിമോൾ എബ്രഹാം. മിനിമോൾ എബ്രഹാമിനാണ് 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത്. അടുത്തത്, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരി ആയത് കണ്ടെത്തുക. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജോർജ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്.
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള അറിവ്. ഈ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ഗ്രാമപഞ്ചായത്ത്, താലൂക്ക്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. ഏതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? താലൂക്ക്. ഓപ്ഷൻ ബി താലൂക്ക്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള നിയമസഭ 1992 പഞ്ചായത്ത് നിയമം പാസാക്കി. 1992 കേരള പഞ്ചായത്ത് നിയമം പാസ്സാക്കിയത്? അല്ല, 1994. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളുമുണ്ട്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ആണ്. തെറ്റായ പ്രസ്താവന ഒന്ന് മാത്രമാണ്. ഓപ്ഷൻ ഡി. അടുത്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനും ഉണ്ട്. അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആൻസർ. ഈ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി പൊതുവിജ്ഞാനത്തിലെ ഒരു ഭാഗം കൂടിയുള്ളൂ. അതുടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്